ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 236 4ാമത്തെ ചോദ്യങ്ങൾ തൊട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 1, 2, 3 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ 4ാമത്തെ ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 3, 5, 9, 13, 10, 6 ഈസ് ഐസോസിലസ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. ഇവിടെ ഒരു ത്രികോണത്തിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്: 3, 5, 9, 13, 10, 6. അതൊരു സമപാർശ്വ ത്രികോണമാണ് എന്ന് തെളിയിക്കണം. കൂടാതെ അതിന്റെ പരപ്പളവും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിവിടെ ഏത് 2 വശങ്ങളാണ് തുല്യം ഒന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ആദ്യം എ എന്ന വെർട്ടെക്സിന് 3, 5 എന്ന് കൊടുക്കാം. ബി എന്ന വെർട്ടെക്സ് 9, 13 കൊടുക്കാം. സി എന്ന വെർട്ടെക്സ് 10, 6 എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ 1ാമത്തെ വശം എ ബി കണ്ടുപിടിക്കണം, 2ാമത്തെ വശം ബി സി കണ്ടുപിടിക്കണം, 3ാമത്തെ വശം എ സി കണ്ടുപിടിക്കണം. എന്നിട്ട് ഏതൊക്കെ വശങ്ങളാണ് തുല്യമെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം, തുല്യമായിട്ടുള്ള വശങ്ങൾ. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് പേര് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പേര് കൊടുക്കാതിരുന്നത്. നമുക്ക് ഏതൊക്കെ വശങ്ങളാണ് തുല്യമെന്ന് ആദ്യം നോക്കാം. അപ്പൊ എ ബി എന്ന വശമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കാനായിട്ട്, ഒരു വശത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ 2 അറ്റത്തുമുള്ള കോർഡിനേറ്റ്സ് തന്നിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ്: x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇവിടെ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അതേപോലെ y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം സ്ക്വയർ ഉള്ളത് കൊണ്ട് ആൻസർ കറക്റ്റ് ആയിട്ട് വരും. ഇനി ഇവിടെ എക്സുകൾ തമ്മിൽ എ ബി ആണ്. അപ്പൊ എയുടെയും ബിയുടെയും എക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം x2 മൈനസ് x1 x1 മൈനസ് x2 ഒന്നും കുഴപ്പമില്ല. വലുതിൽ നിന്ന് ചെറുത് അങ്ങ് കുറയ്ക്കുക. 9 മൈനസ് 3 9 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അപ്പൊ 13 5 കുറയ്ക്കണം. 13 മൈനസ് 5 ഹോൾ സ്ക്വയർ. സ്ക്വയർ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ഒക്കെ പോസിറ്റീവ് ആയിക്കോളും. അതുകൊണ്ടാണ് നമുക്കിവിടെ തിരിച്ചെഴുതിയാലും പ്രശ്നമില്ലാത്തത്. ഇനി ഇവിടെ റൂട്ട് ഓഫ് 9 മൈനസ് 3 എന്ന് പറയുന്നത് 6 ആണ്. 6 സ്ക്വയർ പ്ലസ് 13 മൈനസ് 5 എന്ന് പറയുന്നത് 8 ആണ്. 8 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ 36 ആണ് പ്ലസ് 8 സ്ക്വയർ 64. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടും. അതായത് റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്. മനസ്സിലായപ്പോൾ 10 സെന്റിമീറ്റർ അല്ലെ 10 യൂണിറ്റ് ആണ് എ ബിയുടെ നീളം. ഇനി അതേപോലെ നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ഇതേ ഫോർമുല തന്നെയാണല്ലോ. അപ്പോൾ ഫോർമുല ഞാൻ വീണ്ടും എഴുതുന്നില്ല. ബിയും സിയും തമ്മിലാണ്. അപ്പോൾ എക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 10 മൈനസ് 9 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി വൈകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം 13 മൈനസ് 6 കണ്ട, ഒരിടത്ത് ഞാൻ ഇവിടുന്ന് തുടങ്ങി, 2ാമത്തെ അടുത്ത് ഇവിടെ നിന്നും തുടങ്ങി. അപ്പം നമുക്ക് പ്രശ്നമില്ല. ഒന്ന് നമുക്ക് സ്ക്വയർ കാണുന്നതുകൊണ്ട് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി, നെഗറ്റീവ് വരികയല്ല സ്ക്വയർ വരുന്നതുകൊണ്ട്. അപ്പൊ 13 മൈനസ് 6 7 ആണ്. 13 മൈനസ് 6 എന്ന് ആദ്യം എഴുതാം. ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 10 9 പോകുമ്പോൾ 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 13 6 പോകുമ്പോൾ 7 7 സ്ക്വയർ. ഇപ്പൊ റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 തന്നെ. 7 സ്ക്വയർ 49. റൂട്ട് 50 എന്ന് കിട്ടിയല്ലോ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എ സി നോക്കാം. എയും സിയും, ഈ ആദ്യത്തതും അവസാനത്തതും തമ്മിൽ. ഇപ്പൊ റൂട്ട് ഓഫ് എക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ആദ്യത്തെ അവസാനത്തെ എക്സുകൾ നോക്കിക്കേ, 10ഉം 3ഉം ആണ്. അപ്പൊ 10 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി വൈകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 6ഉം 5ഉം ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 10 3 പോകുമ്പോൾ 7 സ്ക്വയർ പ്ലസ് 6 5 പോകുമ്പോൾ 1 സ്ക്വയർ. ഇപ്പോൾ റൂട്ട് ഓഫ് 49 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 50. ഇത് നോക്കിക്കേ, ഈ 2 സൈഡുകളാണല്ലോ സെയിം ആയിട്ട് വന്നത്. അപ്പോൾ എ സിയും ബി സിയും. അപ്പോൾ നമുക്ക് അതിൽ കോമൺ ആയിട്ട് വരുന്ന ആൽഫബറ്റ് ഏതാണ്? സി ആണ്. അപ്പോൾ സി ഇവിടെ കൊടുക്കുക. ഇനി ഇവിടെ എ ബി. ഇനി നോക്കിക്കേ,
AC-യും BC-യും തുല്യമായില്ലേ? അപ്പോൾ ഇതിൻ്റെ നീളങ്ങളാണ് √50 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് കിട്ടിയല്ലോ. ദെയർഫോർ അപ്പോൾ AC = BC. Therefore, triangle ABC is an isosceles triangle. അല്ലെങ്കിൽ എന്ത് പറയാം? ത്രികോണം ABC ഒരു സമപാർശ്വ ത്രികോണമാണ്. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടെ ഉണ്ട് തെളിയിക്കാൻ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ, അതായത് ഇതിൻ്റെ പരപ്പളവും കൂടെ കണ്ടുപിടിക്കണം. പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താണ്? ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് AB ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ AB നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു 10 ആണ്. പക്ഷെ ഹൈറ്റ് കാണണ്ടേ? ഹൈറ്റ് കാണണമെങ്കിൽ ഇവിടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണ്ടേ? കാരണം എന്താണ്? ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിൻ്റെ മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പം അത് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് മിഡ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിന് നമുക്ക് D എന്ന് കൊടുക്കാം. അന്നേരം ഇത് CD ആണല്ലോ ഹൈറ്റ്, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട. നമുക്കറിയാം ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഗുണം ലംബം. ഇവിടെ ബേസ് പാദമായിട്ട് 10 യൂണിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യ നമുക്ക് കിട്ടണം. ഇവിടെ C ആണ് 10.6. ഇനി D കണ്ടുപിടിക്കണമെങ്കിൽ എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആണ് D അല്ലെ? അപ്പൊ ഇതാണ് A, ഇത് B. അപ്പം അതിൻ്റെ മിഡ് പോയിന്റ് ആദ്യം നമുക്ക് കാണാം. മിഡ് പോയിന്റ് ഓഫ് AB, അതായത് D അല്ലേ? ഡിയുടെ സൂചക സംഖ്യകൾ കാണാൻ വേണ്ടിയിട്ട് x1 നമ്മുടെ സമവാക്യം എന്താണ്? x1 + x2/2 മധ്യബിന്ദു ആയതുകൊണ്ട് എക്സുകൾ കൂട്ടുക പകുതി കാണുക, വൈകൾ കൂട്ടുക പകുതി കാണുക. അപ്പം എന്താണ്? D ആരുടെയൊക്കെയാണ്? എയുടെയും ബിയുടെയും കൂടെ തമ്മിലാണ് നോക്കുന്നത്. എയും ബിയും 3ഉം 9ഉം കൂടെ കൂട്ടുക. എക്സുകൾ 3ഉം 9ഉം ആണ്, എന്നിട്ട് കൂട്ടിയിട്ട് പകുതി കാണുക. വൈകൾ 5ഉം 13ഉം ആണ്. അപ്പൊ എന്ത് വന്നു? 3ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ 12/2, 5ഉം 13ഉം കൂടെ കൂട്ടുമ്പോൾ 18/2. അതായത് എത്ര വന്നു? 6ഉം 9ഉം വന്നു. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് 6ഉം 9ഉം ആയല്ലോ. C 10ഉം 6ഉം ആണ്, D 6ഉം 9ഉം. ഇനി നമുക്ക് എന്താ വേണ്ട? ഹൈറ്റ് കാണണ്ടേ? ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത് CD അല്ലേ? CD കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ദൂരം കാണാൻ സമവാക്യം എന്താണ്? x1 - x2² + y1 - y2² ഈക്വൽ ടു √10ഉം ഇവിടെ വന്നിരിക്കുന്ന 6, 9 ആണ് ഇവിടുത്തത്. അപ്പൊ എക്സുകൾ തമ്മിൽ കുറയ്ക്കുക. 10 - 6 സ്ക്വയർ ഇടുക, പ്ലസ് വൈകൾ തമ്മിൽ കുറയ്ക്കുക. 9ഉം 6ഉം, 9 - 6² ഈക്വൽ ടു √10 - 6 പോകുമ്പോൾ 4, 4² + 9 - 6 പോകുമ്പോൾ 3, 3² ഈക്വൽ ടു √4² 16 + 3² 9. അപ്പോൾ √25 എന്ന് വന്നല്ലോ. √25 എത്രയാണ്? 5 ആണ്. അപ്പോൾ ഈ ഹൈറ്റ് 5 എന്ന് കിട്ടി, ബേസ് 10 എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ സമവാക്യത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കിട്ടും. ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ്, ഹൈറ്റ് 5 ആണ്. ഈ 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 5 വരും. അപ്പോൾ 5 × 5 25 സ്ക്വയർ യൂണിറ്റ് ആണ്, ചതുരശ്ര യൂണിറ്റ് ആണ് ഇതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ. മനസ്സിലായല്ലോ? ഇനി 5ാമത്തെ ചോദ്യം ചെയ്യാം.
അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 1, 2 and a point on it is 3, 5. Find the coordinates of the other end of the diameter through that point. അതായത് ഈ പോയിന്റിന്റെ സൂചക സംഖ്യകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. എക്സ് വൈ എന്ന് എടുക്കാം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന എന്താണ്, ഇതൊരു വ്യാസമാണ്. കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ തന്നിരിക്കുന്നത് 1, 2. ആ വ്യാസത്തിന്റെ ഒരറ്റത്തെ പോയിന്റിന്റെ സൂചക സംഖ്യയാണ് 3, 5. മറ്റേ അറ്റത്തെ പോയിന്റിന്റെ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഈ കേന്ദ്രം അഥവാ സെന്റർ മിഡ് പോയിന്റ് ആണ് അല്ലെ. മിഡ് പോയിന്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇത് തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണുമ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പൊ എക്സിന്റെ കൂടെ 3 കൂട്ടിയിട്ട് പകുതി കാണുക. അപ്പോഴാണ് ഇവിടത്തെ മിഡ് പോയിന്റിന്റെ എക്സ് വാല്യൂ കിട്ടുന്നത്, 1 കിട്ടുന്നത് അല്ലെ. അതുപോലെ വൈകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണുക. വൈകൾ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ വൈയും ഇവിടുത്തെ വൈ വാല്യൂ എന്താ, 5ഉം കൂടെ കൂട്ടിയിട്ട് പകുതി കാണുമ്പോഴാണ് കേന്ദ്രത്തിലുള്ള വൈ വാല്യൂ ആയ സെന്ററിലെ വൈ കോർഡിനേറ്റ് 2 കിട്ടുന്നത്. അപ്പൊ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 2നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പൊ x + 3 = 2 എന്ന് വന്നല്ലോ. അല്ലെങ്കിൽ x = 2. ഈ +3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആയി. അപ്പൊ x = -1 എന്ന് കിട്ടിയല്ലോ. ഇനി ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ y + 5 = 4 എന്ന് വന്നു. അല്ലെങ്കിൽ y = 4. ഈ +5 അപ്പുറത്ത് പോയപ്പോൾ -5 ആയി. അല്ലെ y = -1 എന്ന് കിട്ടി. അപ്പൊ എക്സും വൈയും കിട്ടിയല്ലോ. അപ്പൊ മറ്റേ അറ്റത്തുള്ള ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? -1, -1. എക്സിന്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ -1. നമുക്ക് ആൻസർ ആയല്ലോ. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിന്റെ മധ്യബിന്ദുവിൽ കൂടെ മിഡ് പോയിന്റ്സിൽ കൂടെ ജോയിൻ ചെയ്ത് ഒരു റെഡ് കളർ വേറൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ്സ് 3 തന്നിട്ടുണ്ട്, മധ്യബിന്ദുക്കൾ 3 തന്നിട്ടുണ്ട്. ഈ വലിയ ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. വലിയ ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് അകത്തുള്ള ചുവന്ന ചെറിയ ചതുർഭുജം വരച്ചിരിക്കുക. ആ ചെറിയ ചതുർഭുജത്തിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. വലിയ ചതുർഭുജത്തിന്റെ ഒരു മൂലയുടെ സൂചക സംഖ്യ തന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഈ വലിയ ചതുർഭുജത്തിന്റെ ബാക്കി 3 മൂലകളുടെയും സൂചക സംഖ്യയിൽ കാണണം. ചെറിയ ചതുർഭുജത്തിന്റെ ഈ ഒരൊറ്റ മൂലയുടെ സൂചക സംഖ്യയും കാണണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്? ഇത് മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്താണ്, മധ്യബിന്ദുക്കൾ ജോയിൻ ചെയ്താണ് ഈ ചെറിയ ചതുർഭുജം വരച്ചിരിക്കുന്നത്, ചെറിയ ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന് പേര് കൊടുക്കാം. ഈ വലിയ ക്വാഡ്രിലാറ്ററലിന് ABCD എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഈ വശമാണ്, അതായത് ഈ AB എന്നുള്ള വശത്താണ് 2 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. BCക്കകത്ത് 1 ഉള്ളൂ, CDക്കകത്ത് 1 ഉള്ളൂ, ADക്കകത്ത് 1 ഉള്ളൂ അല്ലെ. പക്ഷെ ABക്കകത്ത് മാത്രം Aയുടെയും Bയുടെയും സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് B കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോകാം. അവിടെ അന്നേരം B കിട്ടിക്കഴിയുമ്പോൾ 2 ആയല്ലോ. അപ്പൊ C കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. C കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ Cയും Rഉം ആയും 2 ആകുമ്പോൾ D കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പൊ Aയും Dയും കിട്ടിക്കഴിഞ്ഞാൽ S കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നമുക്ക് എല്ലാ ആൻസറും പെട്ടെന്ന് കിട്ടും അല്ലെ. അപ്പൊ B കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് B എത്രയാണ് എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. P മിഡ് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ Bക്ക് നമ്മൾ XY എന്ന് പേര് കൊടുക്കുക. XY B കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ABയുടെ മിഡ് പോയിന്റ് ആണ് P. അപ്പൊ Aയുടെ എക്സ് കോർഡിനേറ്റുകൾ കൂട്ടിയിട്ട് പകുതി കാണുമ്പോഴാണ് Pയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടുന്നത്. അപ്പൊ 2 + x/2 മനസ്സിലായോ? Aയുടെ എക്സ് സൂചക സംഖ്യ 2, Bയുടെ എക്സ് സൂചക സംഖ്യ x. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി കാണുമ്പോൾ എന്ത് കിട്ടണം? ഈ 3 കിട്ടണം. ഇനി വൈകൾ തമ്മിൽ കൂട്ടുക. 1ഉം ഈ വൈയും കൂടെ കൂട്ടി പകുതി കാണുമ്പോഴാണ് 3 കിട്ടുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 + x = 2 × 3 6 എന്ന് വന്നു.
അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 6 മൈനസ് 2. 6 മൈനസ് 2 എത്രയാണ്? 4. എക്സ് 4 എന്ന് കിട്ടിയല്ലോ. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് വന്നു. അല്ലെ വൈ ഈക്വൽ ടു 6 മൈനസ് 1 ഈക്വൽ ടു y ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പൊ എക്സ് വൈ എന്ത് കിട്ടി? ബി എന്ന കോർഡിനേറ്റിലെ നമ്മൾ കണ്ടുപിടിച്ച എക്സ് 4 വൈ 5 കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ 4 5 എന്ന് എഴുതാം. 4 5. ഇനി ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് സി കണ്ടുപിടിക്കാമല്ലോ ഇതേപോലെ തന്നെ. ഇപ്പൊ സി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സി കാണാൻ വേണ്ടിയിട്ട് സിനെ നമുക്ക് എക്സ് വൈ എന്ന് എടുക്കാം. അപ്പൊ എക്സുകൾ കൂട്ടിയിട്ട് പകുതി കാണുമ്പോൾ ഈ 6 കിട്ടണം. ഇവിടെ ബിയുടെ എക്സ് കോർഡിനേറ്റ് 4 പ്ലസ് സിയുടെ എക്സ് കോർഡിനേറ്റ് എക്സ്, അതിന്റെ പകുതി കാണുമ്പോൾ ഈ മധ്യബിന്ദുവിന്റെ എക്സ് കോർഡിനേറ്റ് ആയ 6 കിട്ടണം. അതേപോലെ വൈകള് 5ഉം വൈയും കൂടെ കൂട്ടിയിട്ട് പകുതി കാണുമ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 6 കിട്ടണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 പ്ലസ് എക്സ് ഈക്വൽ ടു 2 ഗുണം 6 12. എക്സ് ഈക്വൽ ടു 12 മൈനസ് 4. പ്ലസ് 4 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 4. 12 നിന്ന് 4 പോകുമ്പോൾ 8. ഇനി ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 പ്ലസ് വൈ ആണ് 2 ഗുണം 6 12 വന്ന്. അപ്പോൾ വൈ എങ്ങനെ കിട്ടി? 12. ഈ പ്ലസ് 5 അപ്പുറത്ത് പോയപ്പോൾ മൈനസ് 5 ആയി. അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ 7 എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ഏതിന്റെ കോർഡിനേറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? സിയുടെ കോർഡിനേറ്റ് ആണ്. സി എത്ര കിട്ടി? 8 7 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ 8 7 എന്ന് എഴുതാമല്ലോ. 8 7 ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഇത് കിട്ടിയപ്പം സിയും ഉണ്ട് 6ഉം ഉണ്ട്. ഡി കണ്ടുപിടിക്കാം. 6 മധ്യബിന്ദുവാണ്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡി ആണ്. ഇപ്പൊ ഡി നമുക്ക് കണ്ടുപിടിക്കാം. ഡി കാണാൻ വേണ്ടിയിട്ട് ഡിക്ക് എക്സ് വൈ എന്ന് കൊടുക്കാം. അപ്പൊ ഈ എക്സുകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണുമ്പോൾ ഇവിടുത്തെ എക്സ് കിട്ടും. അപ്പൊ 8 പ്ലസ് എക്സ് ബൈ 2 പകുതിയാണ് ആര്? ഈ മധ്യബിന്ദുവിന്റെ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 9. ഇനി വൈകൾ നോക്കാം. 7ഉം വൈയും കൂടെ കൂട്ടിയിട്ട് പകുതി കാണുമ്പം ഇവിടുത്തെ വൈ ആയ 5 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 8 പ്ലസ് എക്സ് ഈക്വൽ ടു 18. 18 വന്നത് 2 ഗുണം 9. എക്സ് ഈക്വൽ ടു 18 മൈനസ് 8 അല്ല എക്സ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. 7 പ്ലസ് വൈ എന്ന് പറയുന്നത് 2 ഗുണം 5 10 അല്ലേ. അപ്പൊ വൈ ഈക്വൽ ടു 10ന്ന് 7 കുറയ്ക്കണം. ഇവിടെ പ്ലസ് 7ഉം അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 7. അപ്പൊ വൈ ഈക്വൽ ടു 3 എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് ഏതിന്റെ കോർഡിനേറ്റ്സാ? ഡിയുടെ കോർഡിനേറ്റ്സാ. അപ്പൊ ഡി എന്ത് വന്നു? 10 3 എന്ന് വന്നു. അപ്പൊ ഇവിടെ നമുക്ക് 10 3 എന്ന് എഴുതാമല്ലോ. 10 3. ഇനി ഇവിടത്തേലുള്ള വ്യത്യാസം എന്താ? നേരത്തെ 3 കേസിലും മധ്യബിന്ദുവിന്റെ സൂചകസംഖ്യ തന്നിരുന്നു, മിഡ് പോയിന്റിന്റെ സൂചകസംഖ്യ തന്നിരുന്നു. ഇവിടെ പക്ഷെ മിഡ് പോയിന്റ് ഇല്ല, മധ്യബിന്ദു തന്നിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എസ് ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. എസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മധ്യബിന്ദു മിഡ് പോയിന്റ് ആണ്. അപ്പം കൂട്ടിയിട്ട് പകുതി കണ്ടാൽ മതി. x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഇതാണല്ലോ നമ്മുടെ സമവാക്യം അല്ലെ. അപ്പൊ എക്സുകൾ കൂട്ടുക. ഇവിടെ എക്സുകൾ കൂട്ടുമ്പോ ഇതിന്റെ മധ്യബിന്ദു അല്ല, അപ്പൊ ഇത് തമ്മിലാ കൂട്ടുന്നത്. 2ഉം 10ഉം. 2 പ്ലസ് 10 ബൈ 2 വൈകള് 1 പ്ലസ് 3 ബൈ 2. 2 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ബൈ 2. 3 പ്ലസ് 1 4 ബൈ 2. 12 ബൈ 2 എന്ന് പറഞ്ഞാൽ 6. 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ഇതിന്റെ സൂചകസംഖ്യ എന്ത് കിട്ടി? 6 2. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയല്ലോ. ബിയുടെ കിട്ടി, സിയുടെ കിട്ടി, ഡിയുടെ കിട്ടി, എസിന്റെ കിട്ടി. അപ്പൊ എല്ലാ സൂചകസംഖ്യകളും ആയി. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ 7ാമത്തെ ചോദ്യം ഇതാണ്. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സർക്കംസെന്റർ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 0 0 0 4 3 0. അപ്പൊ ഇത് സർക്കംസെന്റർ എന്താ? സർക്കം സർക്കിൾ എന്താ? പരിവൃത്തം. ആ പരിവൃത്ത കേന്ദ്രം ആയിട്ട് വരണം.
ഈ ത്രികോണത്തിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ടല്ലോ. 0 0 0 4 3 0. ഈ 3 സൂചക സംഖ്യകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 0 0 എന്ന് പറഞ്ഞ ഒറിജിനാണ്, ആധാര ബിന്ദുവാണ്. 0 4 എന്ന് പറയുമ്പോൾ എക്സിന്റെ വില 0ഉം വൈയുടെ വില 4ഉമാണ്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഇത് വൈ ആക്സിസിലാണ്, വൈ അക്ഷത്തിലാണ് കിടക്കുന്നത്. 3 0 എന്ന് പറയുമ്പോൾ എക്സിന്റെ വില 3ഉം വൈയുടെ വില 0 ആയതുകൊണ്ട് 3 0 എക്സ് അക്ഷത്തിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അക്ഷങ്ങൾ വരച്ചൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, ഇതാണ് ആധാര ബിന്ദു അഥവാ ഒറിജിൻ 0 0 ഒന്നാമത്തത്. ഇനി 0 4 എന്ന് പറയുമ്പോൾ ഈ വൈ അക്ഷത്തിൽ കിടക്കുന്ന ഈ ബിന്ദുവാണ് 0 4. ഇനി 3 0 എന്ന് പറയുന്ന ഈ ബിന്ദുവാണ്. അത് വൃത്തം കടന്നു പോകുന്ന 3 ബിന്ദുക്കളാണ് ഇത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സർക്കം സെന്റർ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ്. നമുക്കറിയാവുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? ഇത് എക്സ് അക്ഷവും വൈ അക്ഷവും, എക്സ് ആക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മള് ഈ 2 ബിന്ദുക്കൾ കൂട്ടി യോജിപ്പിച്ചാല് അത് എന്ത് ത്രികോണമായിരിക്കും? ഇത് മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ല. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ഹൈപ്പോട്ടന്യൂസ് ഇതിലേ കടന്നു പോകത്തുള്ളൂ, അതിന്റെ ഡയമീറ്ററിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. ഈ സർക്കിളിന്റെ ഡയമീറ്ററിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. സർക്കിളിന്റെ ഡയമീറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ മാത്രവുമല്ല, ഇതിന്റെ സർക്കം സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ്. അതായത് പരിവൃത്ത കേന്ദ്രം ഈ വൃത്തത്തിന്റെ കേന്ദ്രമല്ലേ? വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിന്റെ പകുതിയല്ലേ, മധ്യബിന്ദു അല്ലേ, മിഡ് പോയിന്റ് അല്ലേ? ഈ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ്, അഥവാ വ്യാസത്തിന്റെ മധ്യബിന്ദുവാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ 2 പോയിന്റ് എടുത്തിട്ട് മധ്യബിന്ദു കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ ഓന്ന് പേര് കൊടുക്കാം. ഇപ്പൊ ഓയുടെ സൂചക സംഖ്യകൾ എങ്ങനെ വരും? എക്സുകൾ കൂട്ടുക, പകുതി കാണുക, വൈകൾ കൂട്ടുക, പകുതി കാണുക. എക്സുകൾ കൂട്ടുമ്പോൾ എന്തുവരും? ഇത് തമ്മിലാണ് എടുക്കുന്നത് അല്ലേ? 0 + 3/2. വൈകൾ കൂട്ടുമ്പോഴോ 4 + 0/2. അപ്പൊ 0 + 3 3 തന്നെയാണ്. 3/2ഉം 4/2ഉം വന്നു അല്ലെ. അല്ലെങ്കിൽ 3/2 എന്ന് പറയുന്ന 1.5 ആണ്, 4/2 എന്ന് പറയുന്ന 2 ആണ്. നമുക്ക് പരിവൃത്ത കേന്ദ്രം കിട്ടിയില്ലേ, സർക്കം സെന്റർ കിട്ടി. അതിന്റെ സൂചക സംഖ്യകളാണ് 1.5 2. ഇപ്പൊ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായാലും നന്നായിട്ട് എഴുതി പഠിക്കുക.